നമസ്കാരം. അമ്പലപ്പുഴയിൽ നിന്ന് രാജിവെച്ച കോൺഗ്രസ് നേതാവായിട്ടുള്ള അല്ലെങ്കിൽ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MJ ജോബിന്റെ ഒരു പ്രതികരണം ഈ നാട്ടിലുള്ള കോൺഗ്രസ്സുകാർ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ UDFകാർ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം ഈ നേതൃത്വത്തിന് അടിമകളാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് ബോധ്യപ്പെടുകയും ഒപ്പം തന്നെ ഈ KPCC ഭാരവാഹി പട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ അലങ്കാരത്തിന്, ഈ ആനയ്ക്ക് നെറ്റിപ്പട്ടം പോലെ ചിലർക്ക് അവരെ സമാധാനിപ്പിക്കാൻ കൊടുത്തിരിക്കുന്ന പദവിക്കപ്പുറം വെറും കവിളി മടൽ മാത്രമാണ് ആ പദവി എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് സുധാകരനെ സ്വതന്ത്രരാക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. കാര്യം നേതൃത്വം ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ പ്രദേശത്തും അവിടെ നേതൃത്വത്തിലിരിക്കുന്നവരല്ലല്ലോ പ്രവർത്തിക്കുന്നത്, സാധാരണക്കാരായിട്ടുള്ള അണികളാണല്ലോ. അവിടെ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള KPCC ഭാരവാഹികൾ, DCC ഭാരവാഹികളൊക്കെ ഉണ്ടാകുമല്ലോ. ഇവരൊക്കെ എന്തിനാണ് പാർട്ടിയിൽ? ഒരു വിലയില്ലാത്ത മരക്കിഴങ്ങുകളായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇവരെ പരിഗണിക്കുന്നു എന്ന് MJ ജോബ് രാജിവെച്ചതിന് ശേഷം മാധ്യമങ്ങളോട് വളരെ ഹൃദയഭേദകമായി അല്ലെങ്കിൽ വളരെ വേദനയോടുകൂടി അദ്ദേഹം പറയുന്ന വാചകങ്ങളിൽ എന്തിനാണ് ഇങ്ങനെ കുറെ പദവി തന്ന് ഞങ്ങളെ ഈ നാട്ടിൽ അപമാനിക്കുന്നത്? ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളോട് ഒരു അക്ഷരം ചോദിക്കാതെ ഇങ്ങോട്ടേക്ക് ഒന്നെടുത്ത് ഇട്ടുതരും, അവിടെ അങ്ങ് നടപ്പാക്കിക്കൊള്ളണം, കൽപ്പനയാണ്. ആ രീതിയിലുള്ള അവഗണനയെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മാഭിമാനമുള്ള വ്യക്തികൾക്ക് കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ KPCCക്കാരൻ എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് ആ പ്രതികരണം കേട്ടിട്ട് ഒന്ന് വിലയിരുത്തിയേ. കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, ഒത്തിരി അക്രമത്തിനും ഒത്തിരി വേട്ടയാടുകൾക്കും വിധേയനായിട്ടുണ്ട്. ഈ സുധാകരനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാർ, ഈ ആലപ്പുഴയിൽ ജീവിച്ചിരിക്കുന്ന KPCC ഭാരവാഹികൾ, വൈസ് പ്രസിഡന്റുമാരുണ്ട്, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുണ്ട്, എന്നെപ്പോലുള്ള ജനറൽ സെക്രട്ടറിമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്, അതിന് DCC പ്രസിഡന്റുണ്ട്, ഒട്ടനവധി DCC ഭാരവാഹികളുണ്ട്. അവരോട് ഞങ്ങളൊരു തീരുമാനം എടുക്കും, നിങ്ങളെല്ലാവരും അതിനോട് അനുകൂലിച്ച് നിൽക്കണം എന്നൊരു വാക്ക് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും മറ്റുള്ള പ്രദേശങ്ങളിൽ വരുന്ന നേതാക്കന്മാർക്ക് അത്ര വലിയ വിഷമം ഉണ്ടാകത്തില്ല. പക്ഷേ പുന്നപ്പുരയുടെ മണ്ണിൽ അമ്പലപ്പുഴയിൽ ജനിച്ചു വളർന്ന ഒരു ആളെന്നുള്ള നിലയിൽ എനിക്ക് മാനസികമായി അദ്ദേഹം പിന്തുണയ്ക്കുന്നോ വിജയിപ്പിക്കുന്നോ ഒക്കെ വലിയ കാര്യമായിരിക്കും. പക്ഷേ ഇന്നലകളിലുണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ വിഷമം ഉള്ളൊരു കാര്യമാണ്. അവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ സാധാരണ ഒരു പത്രസമ്മേളനത്തിലും ഇതിനുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ വരാറില്ല. വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വരാറില്ല. വാർത്ത ഉണ്ടാക്കി പേര് ഉണ്ടാക്കാൻ വേണ്ടി ആരോടും ഞാനൊരു കാര്യത്തിന്. പക്ഷേ അവിടെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ എടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടുത്തെ പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാൻ നേതൃത്വം തയ്യാറായില്ല എന്നുള്ള വല്ലാത്തൊരു മനപ്രയാസം ഉണ്ട്. എന്തൊരു അപമാനമാണ്! ആ വ്യക്തി പറയുന്നതിൽ കൃത്യമായിട്ടുള്ള ന്യായമുണ്ട്. കാര്യം ഈ KPCC ഭാരവാഹി എന്നൊക്കെ നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള പാർട്ടിക്കാർ ആരോടായിരിക്കും ചോദ്യം ചോദിക്കുന്നത്? സതീശനോടോ KC വേണുഗോപാലിനോടോ ഒന്നും ആയിരിക്കില്ലല്ലോ ചോദിക്കുന്നത്, ഇതുപോലുള്ള ജോബുമാരോടെയാണ്. കാര്യം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ ഈ MJ ജോബുമാരെ പോലുള്ളവരാണ്. അവരോട് അണികളായിട്ടുള്ളവർ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ കൂടി അറിഞ്ഞിട്ടാണോ ഇത് ചെയ്തത്? അദ്ദേഹത്തിന് ഉത്തരം മുട്ടില്ലേ? ഞങ്ങളോടൊന്നും ഇത് ചോദിക്കാറില്ലെന്ന് പറഞ്ഞാൽ പിന്നെ താൻ എന്ത് KPCCയുടെ ജനറൽ സെക്രട്ടറി എന്ന് നാട്ടുകാർ ചോദിച്ചാൽ നാണക്കേടല്ലേ? ആ പദവിയും വഹിച്ചുകൊണ്ട് നടക്കുന്നതിനോളം അപമാനം മറ്റെന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് അദ്ദേഹം വലിച്ചെറിഞ്ഞു. ആ പറയുന്ന കാര്യത്തിലെ ന്യായം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു നീതികേടാണ് നേതൃത്വത്തിലിരിക്കുന്ന നേതാക്കന്മാർ ഈ താഴേക്കിടയിലെ അണികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരോട് കാണിക്കുന്നത് നോക്കിയേ. ജനാധിപത്യം വാരി തുളുമ്പുകയാണ്. അഭിപ്രായം പറയാൻ അവസരമുണ്ട്. എവിടെ വേണോ പറഞ്ഞോ. പക്ഷേ ഇതൊന്നും ഈ പാർട്ടിക്കകത്ത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന നിലയ്ക്ക് ചില വ്യക്തി കേന്ദ്രീകൃത ഗ്രൂപ്പുകൾ അവർ തീരുമാനമെടുക്കുന്നു, നടപ്പാക്കുന്നു. അതിനപ്പുറത്തേക്ക് സുധാകരന് വേണ്ടി അവിടെ പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ എതിർത്തുകൊണ്ട് നിന്ന വ്യക്തിയാണെങ്കിൽ പോലും അവരെ
പറഞ്ഞ് അനുനയിപ്പിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണല്ലോ ആദ്യം വേണ്ടത്. അതിനപ്പുറത്തേക്ക് അടിച്ചേൽപ്പിച്ചു കൊടുക്കുകയാണ്. അമ്പലപ്പുഴ സ്ഥാനാർത്ഥിയില്ല, ജി സുധാകരനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളണം. ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ വരെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന വ്യക്തി ഇന്ന് മുതൽ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന പാവകളും അടിമകളുമാണോ എന്ന് ചോദിച്ചു പോകേണ്ട ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് ആ പദവിയും വലിച്ചെറിഞ്ഞ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ജോബ് തയ്യാറായത്. ആ ഇറങ്ങിപ്പോക്കിന് ജോബിന്റെ പക്ഷത്ത് തന്നെയാണ് ന്യായം. അദ്ദേഹം സങ്കടപൂർവ്വം ഉന്നയിച്ച വിഷയങ്ങൾ നേതൃത്വം ചെവിക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ UDF എന്ന ആ രാഷ്ട്രീയ സംവിധാനത്തിലെ ചില നേതാക്കന്മാർ അധികാരത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന സന്ദർഭങ്ങളിൽ താഴേക്കടയിലുള്ള മനുഷ്യരെ അല്ലെങ്കിൽ ഭാരവാഹികളെയൊക്കെ എങ്ങനെയാണ് അവഗണിക്കുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള വിശദീകരണമാണ് ജോബ് നൽകിയതെന്ന് പറയാതെ നിർവാഹമില്ല.